സംശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, മശായിഖന്മാരുടെ പൊരുത്തത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈമാനോടെ നമുക്ക് ഈ ലോകത്ത് നിന്ന് സലാം പറഞ്ഞു പോകാൻ പറ്റും. നമ്മളങ്ങ് മരിച്ചു കിടക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളങ്ങ് മരിക്കാൻ കിടക്കുമ്പോ, നമ്മളെ ഭാര്യ കരയുമ്പോ, മക്കള് കരയുമ്പോ, കൂട്ടുകുടുംബങ്ങളെല്ലാം കണ്ണീരിലാകുമ്പോ അവിടുന്ന് പറയാൻ കഴിയണം, കരയണ്ട. ബിലാൽ തങ്ങൾ പറഞ്ഞതുപോലെ വാ തുറബാ, ഇതെന്തോ ഒരു സന്തോഷത്തിന്റെ ദിവസമാണെന്ന് സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് പറയാൻ കഴിയണോ? അതാണ് സക്കറാത്തുൽ മൗത്ത്. എന്ത് രസമെന്ന് പറഞ്ഞില്ലേ? ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസമെന്ന് പറഞ്ഞില്ലേ? അത് കേവലം പാട്ടല്ല. അർത്ഥമറിയാതെ അതിനെ വിമർശിക്കാനും പോകണ്ട. അല്ലാഹ് എന്ന ഫനായിലങ്ങ് ലയിച്ചവർക്ക് സക്കറാത്തുൽ മൗത്തിനേക്കാൾ ആനന്ദമുള്ള ഒരു സമയം വേറെ